നാച്ചുറൽ ബ്ലോസത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കളയിൽ ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സവാള, ചെറിയ ഉള്ളി എന്നിവ അരിയുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് കണ്ണിന് നീറ്റലുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത്. ഈ ബുദ്ധിമുട്ട് അകറ്റാൻ ഉള്ളി അരിയുന്നതിന് മുമ്പ് 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഉള്ളിയുടെ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചാൽ അത് കണ്ണിന് എരിച്ചിലുണ്ടാകാതിരിക്കും. പപ്പടത്തിൽ അല്പം മുളക് പൊടിയും കായപ്പൊടിയും വിതറിയാൽ ഉറുമ്പും കീടങ്ങളും വരാതെ സൂക്ഷിക്കാം. കാബേജ്, കോളിഫ്ലവർ എന്നിവയിലെ കീടങ്ങളെ നശിപ്പിക്കാൻ മഞ്ഞൾ വെള്ളത്തിലോ ഉപ്പുവെള്ളത്തിലോ 15 മിനിറ്റ് മുക്കി വെച്ചാൽ മതി. കറിയിലെ ഉപ്പ് കുറയ്ക്കാൻ 1 കഷ്ണം ഉരുളക്കിഴങ്ങ് ചേർക്കുക. ഇത് അധികമുള്ള ഉപ്പ് വലിച്ചെടുക്കും. ഉപ്പ് പാകത്തിലായതിനു ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് അതിൽ നിന്ന് മാറ്റിവെക്കാം. മാവിൽ അല്പം ചോറ് ചേർത്തരച്ചാൽ നല്ല മയമുള്ള ദോശയും ഇഡലിയും ഉണ്ടാക്കിയെടുക്കാം. പൂരിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ അല്പം റവ കൂടി ചേർത്ത് കുഴച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു കിട്ടാൻ അല്പം ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ മതി. പാൽ കേടാകാതെ ഇരിക്കാൻ നെൽമണികൾ നന്നായി കഴുകിയതിനു ശേഷം പാലിലിട്ട് വെച്ചാൽ മതി. പയർവർഗ്ഗങ്ങൾ സൂക്ഷിക്കുന്ന പാത്രങ്ങളിൽ അല്പം കടുകെണ്ണ തൂത്തതിനു ശേഷം ഇട്ടുവെച്ചാൽ ചെറുകീടങ്ങളുടെ ശല്യം ഉണ്ടാവില്ല. ഉഴുന്നുവടയുടെ മാവിൽ വെള്ളം കൂടിപ്പോയാൽ അല്പം അവൽ അരച്ച് ചേർത്താൽ മതി. ചേന, ചേമ്പ് എന്നിവ അരിയുമ്പോൾ ചൊറിച്ചിലുണ്ടാകാതിരിക്കാൻ കൈകളിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടുക. പഞ്ചസാരയിൽ ഉറുമ്പ് കയറാതിരിക്കാൻ 3-4 ഗ്രാമ്പു ഇട്ടുവെച്ചാൽ മതി. കറിവേപ്പില വാടാകാതിരിക്കാൻ വാഴയിലയിൽ വെള്ളം തെളിച്ച് കറിവേപ്പില പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുക. മല്ലിയിലയും നമുക്ക് ഇതുപോലെ തന്നെ സൂക്ഷിക്കാം. തൈര് കൂടുതൽ പുളിക്കാതിരിക്കാൻ തേങ്ങാക്കൊത്ത് ഇട്ടുവെക്കുക. ഫ്രിഡ്ജിലെ വെജിറ്റബിൾ ബോക്സിൽ കട്ടിയുള്ള തുണി വിരിച്ചതിന് ശേഷം അതിൽ പച്ചക്കറി നിരത്തിയാൽ അവ വേഗം അഴുകി പോവില്ല. ഇഡലിക്ക് നല്ല മയം കിട്ടാൻ ഉഴുന്നരയ്ക്കുമ്പോൾ ഐസ് വാട്ടർ ഉപയോഗിച്ചതിന് ശേഷം അരയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് തന്നെയുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.